നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസമാണ് പ്രവാസ ലോകത്തെ ഒന്നടങ്കം നടുക്കിക്കൊണ്ട് കുവൈറ്റിൽ വിഷമദ്യ ദുരന്തം സംഭവിച്ചത്. ഏതായാലും അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരുമ്പോൾ ഏകദേശം 40 ഇന്ത്യക്കാരാണ് ഇപ്പോൾ ചികിത്സയിൽ ഉള്ളതായി ഇന്ത്യൻ എംബസി തന്നെ സ്ഥിരീകരിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്. കഴിഞ്ഞ ദിവസം 15ഓളം ആളുകളാണ് ആശുപത്രിയിൽ എന്നാണ്. അതിൽ പലരുടെയും നില അതീവ ഗുരുതരമായിട്ട് തുടരുകയാണെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇന്ന് അത് 40 ഇന്ത്യക്കാരാണ് ഇത്തരത്തിൽ വിഷമദ്യ ദുരന്തത്തിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രികളിൽ കഴിയുന്നത് എന്നുള്ളത് ഇന്ത്യൻ എംബസി സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ മലയാളികളും ഉണ്ടെന്നുള്ള സൂചനയും പുറത്തു വന്നിട്ടുണ്ട്. ചില മരണങ്ങളും റിപ്പോർട്ട് ചെയ്തതായി ഇന്ത്യൻ എംബസി സ്ഥിരീകരിക്കുമ്പോഴും എണ്ണമടക്കമുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല. ചിലർ ഗുരുതരാവസ്ഥയിലാണെന്നും മറ്റു ചിലർ സുഖം പ്രാപിച്ചു വരുന്നതായും ഇന്ത്യൻ എംബസി പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നു. കഴിഞ്ഞ ഞായറാഴ്ച മുതൽ ഇതുവരെയായി 13 പേർ മരിച്ചതായാണ് അനൌദ്യോഗിക വിവരം. ചികിത്സയിലുള്ളവരിൽ കൂടുതൽ പേരും മലയാളികളാണെന്നും സൂചനയുണ്ട്. മൊത്തം 63 പേരാണ് ചികിത്സയിലുള്ളത്. ഇവരെല്ലാം ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ്. 31 പേർ വെന്റിലേറ്ററിലാണ്. 51 പേർക്ക് അടിയന്തര ഡയാലിസിസ് പൂർത്തിയാക്കിയതായും അനൌദ്യോഗിക റിപ്പോർട്ടുണ്ട്. ഇതിൽ 21 പേർക്കെങ്കിൽ അന്ധതയോ കാഴ്ചക്കുറവോ ബാധിച്ചതായും റിപ്പോർട്ടുണ്ട്. മരിച്ചവരിൽ കൂടുതൽ മലയാളികളുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്. ആന്ധ്ര, തമിഴ്നാട്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളും മരിച്ച ഇന്ത്യക്കാരിൽ ഉൾപ്പെടുന്നതായി റിപ്പോർട്ടുകളിൽ പറയുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്കായി ഇന്ത്യൻ എംബസി ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പർ ഞാൻ പറയാം. +9656550158. കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മദ്യത്തിന് സമ്പൂർണ്ണ നിരോധനമുള്ള രാജ്യമാണ് കുവൈറ്റ്. മദ്യമുണ്ടാക്കുന്നതും വാങ്ങുന്നതും ഉപയോഗിക്കുന്നതും ആ രാജ്യത്ത് ശിക്ഷാർഹമാണ്. എങ്കിലും മദ്യം അവിടെ സുലഭമാണ്. കേരളത്തിൽ 1-ാം തീയതിയെങ്കിൽ ഒഴിവുണ്ടെങ്കിൽ ഇവിടെ എല്ലാ ദിവസവും ആവശ്യക്കാരെ തേടി മദ്യം എത്തും എന്നുള്ളതാണ്. മദ്യമെന്ന് പറഞ്ഞാൽ വാറ്റ് അഥവാ പട്ടച്ചാരായം. കുറച്ചധികം പണം മുടക്കാനുണ്ടെങ്കിൽ കളർ മദ്യം തന്നെ കിട്ടുമെന്നാണ് റിപ്പോർട്ടുകൾ. കളർ മദ്യം എന്നാൽ വിദേശ ബ്രാൻഡ് മദ്യം. നിരോധിച്ചിട്ടും നിയമം കടുപ്പിച്ചിട്ടും ഇവിടെ എങ്ങനെ മദ്യം ലഭിക്കും എന്നുള്ളതാണ് ഒരു ചോദ്യം. അത് ആളുകൾ വാങ്ങാൻ കൂടുതൽ എത്തുന്നതുകൊണ്ട് തന്നെയാണ് അവിടെ ഇത്തരത്തിൽ അനധികൃതമായി മദ്യ ഉൽപാദനത്തിന്റെ അളവും വർദ്ധിക്കുന്നത്. ഏതായാലും ഉത്തരം വളരെ ലളിതമാണ്. കുടിൽ വ്യവസായം പോലെയാണ് അവിടെയും ചാരായം വാറ്റ് നടക്കുന്നത്. ഫ്ളാറ്റുകളിൽ പ്രഷർ കുക്കറുകളിൽ മദ്യം നുരഞ്ഞു പൊത്തും. മദ്യമുണ്ടാക്കുന്നവരിൽ ഇന്ത്യക്കാരും മലയാളികളും വരെ ഉണ്ടെന്നാണ് ചില മാധ്യമങ്ങളിൽ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. പതിവുകാർക്ക് മദ്യം വീടുകളിൽ എത്തിച്ചു കൊടുക്കും, അപരിചിതർക്ക് പക്ഷേ കൊടുക്കില്ല. പരിചയപ്പെട്ട ഒരു ബന്ധം സ്ഥാപിച്ചു തുടങ്ങുന്ന തുടക്കക്കാർ നേരിട്ടെത്തി തന്നെ അവിടെ മദ്യം വാങ്ങണം. 4ഉം 5ഉം കുവൈറ്റ് ദിനാറാണ് മദ്യവില. അതായത് ഇന്ത്യൻ രൂപയിൽ കണക്ക് കൂട്ടിയാൽ 1 ലിറ്റർ ചാരായത്തിന് ഏകദേശം 1144 മുതൽ 1430 രൂപയാണ് അവിടെ റേറ്റ് ഈടാക്കുന്നത്. നാട്ടിലെ പതിവ് കുടിയന്മാർ ജോലി തേടി കുവൈറ്റിലെത്തുമ്പോഴാണ് മദ്യത്തിന്റെ ലഭ്യത കുറവ് അവിടെ മനസ്സിലായത്. മദ്യമില്ലാതെ ജീവിക്കാൻ കഴിയാത്തവർ സ്വയം പര്യാപ്തത നേടുന്നതിന്റെ ഭാഗമായി അവിടെ വാറ്റി തുടങ്ങി. ഇത് പിന്നീട് വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപിച്ചു. ഇന്ത്യക്കാർ മാത്രമല്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരും വാറ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മലയാളികൾ ഏറ്റവും കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന ഫർവാനിയ മേഖലയിൽ ഉള്ളവരാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് അവിടെ വ്യാജ മദ്യ ദുരന്തത്തിന് ഇരയായവർ. ഇവർക്ക് മദ്യം ലഭിച്ചത് ജലീബ് ബ്ലോക്ക് 4-ൽ നിന്നും മറ്റുമാണ്. ഇവിടെ മദ്യം പതിവായി വാറ്റി വിതരണം ചെയ്യുന്നതായാണ് ലഭിക്കുന്ന വിവരം. ലേബർ ക്യാമ്പുകൾ കൂടുതലുള്ള മേഖലയാണ് ഈ പറയുന്ന കുവൈറ്റിലെ ഫർവാനിയ എന്ന് പറയുന്ന ഈ ഒരു മേഖല. അവിടെ ജോലി കഴിഞ്ഞെത്തുമ്പോൾ ഇത്തരത്തിൽ വൈകുന്നേരങ്ങളിൽ മദ്യം കഴിക്കുന്നത് ഒരു പതിവാണ്. ഇവർക്കായി വിവിധ ഫ്ളാറ്റുകളിൽ മദ്യം വാറ്റി കുപ്പികളിൽ സൂക്ഷിച്ചിട്ടുമുണ്ട്. ഇപ്പോഴത്തെ മദ്യ ദുരന്തത്തിൽ മരണസംഖ്യ എത്ര വരെ ഉയരുമെന്ന് നിശ്ചയമില്ല. ആശുപത്രിയിൽ ചികിത്സയിലുള്ള പലരുടെയും നില അതീവ ഗുരുതരമാണ്. ചിലർക്ക് കാഴ്ച പോയെങ്കിലും മറ്റു ചിലരുടെ വൃക്കകളും തകരാറിലായിരിക്കുകയാണ്. ഇതിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യക്കാരാണ് എന്നുള്ളതാണ് ഏറെ ഞെട്ടിക്കുന്നത്. വ്യാജവാറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കുവൈറ്റിൽ ഇടക്കാലത്ത് വ്യാപക പരിശോധനകൾ നടന്നിരുന്നു. ഇതിന് പിന്നാലെ മദ്യലഭ്യത തെല്ലൊന്ന് കുറഞ്ഞിരുന്നു. എന്നാൽ പിന്നീട് പരിശോധന കുറഞ്ഞപ്പോൾ ഇത്തരത്തിൽ വാറ്റും സർവ്വവ്യാപകമായി.
കേരളത്തിലെ മണി ചെയിൻ മാതൃകയിലാണ് അവിടെ വാറ്റുകാരും ഇടപാടുകാരുമായുള്ള ബന്ധം. ഒരാൾ പറഞ്ഞ് മറ്റൊരാൾ അറിഞ്ഞ് അയാൾ വഴി അടുത്ത ആൾ അറിഞ്ഞ് അങ്ങനെയാണ് ഇടപാടുകാരുടെ ശൃംഖല അവിടെ കുവൈറ്റിൽ വിപുലപ്പെടുന്നത്. പരിചയമില്ലാത്ത ആൾ വിളിച്ചാൽ ഏത് വലിയ വാറ്റുകാരനും നിർദാക്ഷിണ്യം ഫോൺ കട്ട് ചെയ്യും. ഏത് മദ്യം റോങ് നമ്പർ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നതാണ് പതിവ്. അതേസമയം ഏതെങ്കിലും പതിവുകാരന്റെ പേര് പറഞ്ഞ് വിളിച്ചാൽ നേരെ മാറ്ററിലേക്ക് എത്തും. എത്ര വേണം, എങ്ങനെ വേണം എന്നതുൾപ്പെടെ കസ്റ്റമർ സർവീസിന്റെ വല്ലാത്തൊരു അനുഭവമായിരിക്കും പിന്നീടെന്നാണ് ഒരു മാധ്യമത്തിൽ വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. ആദ്യമായി വാങ്ങുന്നവർ നേരിട്ടെത്തണം. എത്തും മുൻപ് സമയവും സ്ഥലവും പറഞ്ഞുറപ്പിക്കും. വാങ്ങാൻ വരുന്നവർ ബാഗോ പച്ചക്കറി സഞ്ചിയോ ആണ് കയ്യിൽ കരുതേണ്ടത്. അതിനുള്ളിലായിരിക്കും മദ്യം നൽകുക. പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ വേണം കൊണ്ടുപോകാൻ. നാട്ടിൽ പോലെയല്ല, മദ്യം കഴിച്ചവർ വീടിനുള്ളിൽ അടങ്ങി ഒതുങ്ങിയിരിക്കും വേണം. വീടിനുള്ളിൽ കതക് പൂട്ടിയ ശേഷമേ പലരും മദ്യം കൈകൊണ്ട് തൊടൂ. മദ്യപിച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് ഇറങ്ങാറില്ല. ഇറങ്ങിയാൽ തനി സ്വഭാവം പുറത്തു വരുമെന്നും അങ്ങനെ വന്നാൽ പോലീസ് പൊക്കുമെന്ന ധാരണ എല്ലാ മദ്യം കഴിക്കുന്ന ആളുകൾക്കുമുണ്ട്. മദ്യത്തിന്റെ മണമടിക്കാൻ സാധ്യതയും ഇവർ മുന്നിൽ കാണുന്നുണ്ട്. മാത്രമല്ല, മറ്റുള്ള അലമ്പുകൾക്കൊന്നും പോകാതെ വീടിനുള്ളിൽ സ്വസ്ഥമായി കഴിയാനാണ് പലരും ശ്രമിക്കുന്നത്. കാരണം പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ നാടുകടത്തൽ മുതൽ എന്ത് ശിക്ഷയും അവിടെ ലഭിക്കാം. വാറ്റുചാരായം വാങ്ങുന്നവർ അന്ന് തന്നെ അത് കുടിച്ചു തീർക്കാനും ശ്രമിക്കും. കഴിവതും മദ്യം വീട്ടിൽ സൂക്ഷിക്കില്ല. ഇതും അപകടമാണ്. കാരണം ഏത് സമയത്തും പരിശോധന ഭയക്കുന്നതിനാലാണിത്. കെട്ടിടത്തിൽ ഒരു തീപിടുത്തം ഉണ്ടാവുകയോ സമീപ കെട്ടിടത്തിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയോ അതുമല്ലെങ്കിൽ അനധികൃത താമസക്കാരെ കണ്ടെത്താനുള്ള പരിശോധനയോ ഏത് നിമിഷവും പ്രതീക്ഷിക്കാം. അങ്ങനെ വന്നാൽ ആ മേഖലയിലെ മുഴുവൻ കെട്ടിടങ്ങളിലും പരിശോധന നടക്കും. അത് നോക്കാൻ വന്ന് ഇത് പിടിച്ചു കൊണ്ടുപോയാൽ വലിയ കേസാകുമെന്നതിനാലാണ് പലരും വീടുകളിൽ ഇത് സൂക്ഷിക്കാത്തത്. ഇത്തരത്തിൽ മദ്യപിച്ചിട്ട് എന്തെങ്കിലും ഒരുത്തൻ ബിൽഡിങ്ങിൽ ഉണ്ടാക്കിയാലും മതി, സമീപത്തെ എല്ലാ കെട്ടിടങ്ങളിലും പരിശോധന ഉണ്ടാകും. അതുകൊണ്ട് ഇത്തരത്തിൽ അനധികൃതമായിട്ട് മദ്യം വാങ്ങി കുടിക്കുന്നവർ തികഞ്ഞ ജാഗ്രത ഇക്കാര്യത്തിൽ പാലിക്കാറുണ്ട്. ഏതായാലും മദ്യപിക്കുന്നവരുടെ സമൂഹത്തിൽ വിദേശ മദ്യത്തിന്റെ വിളിപ്പേരാണ് ഈ കളർ മദ്യം എന്ന് പറയുന്നത്. വിദേശ സൈനികരുടെ ആവശ്യത്തിനായി എത്തിക്കുന്നതാണ് ഈ മദ്യം. അവരുടെ ആവശ്യം കഴിഞ്ഞുള്ള മദ്യം ചില പ്രത്യേക വഴിയായി പുറത്തേക്ക് എത്തും. അവിടെ ഒരു കുപ്പിക്ക് 40 മുതൽ 50 ദിനാർ വരെ വില വരും. അതായത് ഏകദേശം 15,000 രൂപ വരെ. അത്യാവശ്യം ശമ്പളമുള്ളവനാണ് അത്തരം ബ്രാൻഡുകളൊക്കെ തന്നെ വാങ്ങി കുടിക്കുന്നത്. വിൽപ്പന വാറ്റുചാരായത്തിൻ്റെ അതേ രീതിയിൽ തന്നെയാണ്. പരിചയക്കാർ വഴി ബന്ധപ്പെട്ട് അങ്ങനെ ആവശ്യക്കാരൻ്റെ അരികിലെത്തുന്ന ഡെലിവറി സർവീസാണിത്. മദ്യം ഉപയോഗിക്കാൻ പാടില്ലാത്തൊരു രാജ്യത്ത് ഏതായാലും 2 രീതിയിലാണ് പ്രവാസികൾ അപകടം ക്ഷണിച്ചു വരുത്തുന്നത്. ഒന്ന്, സുരക്ഷിതമല്ലാത്ത മദ്യം കുടിക്കുന്നത് വഴി ഉണ്ടാകുന്ന അപകടം. രണ്ടാമത്തത്, നിയമം ലംഘിച്ച് മദ്യം വാങ്ങുന്നതിനും ഉപയോഗിക്കുന്നതിനുമുള്ള ശിക്ഷ. ചിലരുടെ പ്രവർത്തികളിൽ ചീത്തപ്പേരും മാനഹാനിയും മുഴുവൻ പ്രവാസികൾക്കുമാണ്. ഇത്രയും വലിയ അപകടമായതിനാൽ വരും ദിവസങ്ങളിൽ വ്യാപക തിരച്ചിൽ നടക്കാനുള്ള സാധ്യതയുണ്ട്. സ്വസ്ഥമായി ജീവിക്കുന്ന പ്രവാസികൾ ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണം. മദ്യം ദുരന്തത്തിൽ 10 പേരുടെ മരണം ഏതായാലും സ്ഥിരീകരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഏതായാലും ഇന്ന് വന്നതിലും അതിൽ സംഖ്യ കൂടിയിട്ടുണ്ട്. ഇവരുടെ വിലാസം ഔദ്യോഗികമായി ലഭിക്കുന്നതിന്റെ കാലതാമസം മാത്രമാണ് ഇനി ബാക്കി. ഏതായാലും ഇത് 2 മാസത്തിനിടെ 2ാം തവണയാണ് ഇത്തരത്തിൽ കുവൈറ്റിൽ വിഷമദ്യം കഴിച്ചതിനെ തുടർന്ന് പ്രവാസികൾ മരിക്കുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ മെയ്യിലും വിഷമദ്യം കഴിച്ച് നേപ്പാൾ സ്വദേശികളായ 2 പ്രവാസി തൊഴിലാളികൾ മരണമടഞ്ഞിരുന്നു. ഗെയ്ത്താനിലെ കെട്ടിടത്തിന്റെ മുകളിലായിരുന്നു ഇരുവരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടിലും ഇരുവരും കഴിച്ച മദ്യത്തിൽ വിഷാംശമുണ്ടായിരുന്നു എന്നായിരുന്നു സ്ഥിരീകരണം. പ്രാദേശികമായി നിർമ്മിച്ച മദ്യമായിരുന്നു ഇരുവരും കഴിച്ചതെന്നും അധികൃതർ അന്ന് സ്ഥിരീകരിച്ചിരുന്നു. അനധികൃതമായി നിർമ്മിക്കുന്ന മദ്യം കഴിക്കരുതെന്ന് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയം സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ സമഗ്രമായ ബോധവൽക്കരണവും മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും ഇവയെല്ലാം അവഗണിച്ചാണ് പലരും ദുരന്തങ്ങളിലേക്ക് എത്തുന്നത്. ഗുണനിലവാരം കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ കൊണ്ട് അനധികൃതമായി നിർമ്മിച്ച മദ്യം കഴിക്കുന്നത് ശരീരത്തിലെ സുപ്രധാനമായ അവയവങ്ങൾ തകരാറിലാക്കുമെന്ന് ആരോഗ്യ വിദഗ്ധരും സർക്കാരും ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ശ്വസന തടസ്സം, ഹൃദയമിടിപ്പ്, ശരീര താപനില എന്നിവയുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുക മാത്രമല്ല കോമ അല്ലെങ്കിൽ ജീവൻ വരെ നഷ്ടമാകുമെന്ന് മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട്. കുവൈറ്റിലെ നിയമപ്രകാരം 21 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ, ഇസ്ലാം ഇതര മതസ്ഥർക്ക് മാത്രമാണ് മദ്യപിക്കാൻ അനുമതി. എന്നാൽ ഇതിന് ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നുള്ള പെർമിറ്റ് നിർബന്ധമാണ്. അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മദ്യം വാങ്ങുന്നതിനുള്ള പെർമിറ്റാണിത്. പെർമിറ്റ് ഉണ്ടെങ്കിലും പൊതുസ്ഥലങ്ങളിൽ ഇരുന്ന് മദ്യപിക്കുന്നതോ മദ്യം വിൽക്കുന്നതോ വാങ്ങുന്നതോ അവിടെ കുറ്റകരമാണ്. പെർമിറ്റുകൾ വീടിനുള്ളിൽ ഇരുന്ന് മദ്യപിക്കാം, എന്നാൽ വീട്ടിൽ വിൽപ്പനയോ വാങ്ങലോ പാടില്ല. രാജ്യത്തേക്ക് എത്തുന്ന സന്ദർശകരായാലും പൊതുസ്ഥലങ്ങളിൽ മദ്യപാനം പാടില്ല. സ്വകാര്യ ആവശ്യത്തിനാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ മദ്യം കൈവശം വെച്ചാൽ 100 ദിനാർ വരെ പിഴ ചുമത്തും. അനുമതിയില്ലാതെ മദ്യം ട്രാൻസ്പോർട്ട് ചെയ്യുന്നതും കുറ്റകരമാണ്. മദ്യപാനം സംബന്ധിച്ച് വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കും 500 കുവൈറ്റ് ദിനാർ മുതൽ 10 ലക്ഷം ദിനാർ വരെ, അതായത് ഇന്ത്യൻ രൂപയിലേക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് പൈസയാവും. ഇതൊക്കെ തന്നെ അവിടെ പിഴ ഈടാക്കുന്നതാണ്. കുറ്റത്തിന്റെ ഗൗരവം അനുസരിച്ച് 6 മാസം മുതൽ 5 വർഷം വരെ തടവ് ലഭിക്കുന്ന ശിക്ഷയാണ്.